ഇന്ന് ഞാൻ മാങ്ങ വെച്ചിട്ടുള്ള റെസിപ്പി ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ നല്ല എളുപ്പമാണ് കേട്ടോ അത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം വൈകുന്നേരം കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കാണിച്ചു തരാം. അതിന് മുമ്പായിട്ട് നമ്മൾ വീഡിയോ കാണുന്നൊരു വീഡിയോക്ക് മറന്നു പോകാണ്ട് ഒരു ലൈക്ക് തരണം കേട്ടോ, എന്തെങ്കിലും ഒരു കമൻറ്റും ഇടണേ. അപ്പം നല്ല മധുരമുള്ള മാങ്ങ എന്നിട്ടിത്. പിന്നെ ഇത് അത്യാവശ്യം നാരുള്ള മാങ്ങാണേ. പിന്നെ ഇത് നമ്മൾ ജാറിലിട്ട് അടിക്കുന്നവരെ കറക്റ്റായിട്ട് വന്നോളൂ, അതിനെക്കൊണ്ട് കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ തൊലിയൊക്കെ ഒന്ന് ഇതേപോലെ ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ നമ്മളെ വീഡിയോ കാണുന്നൊരു വീഡിയോക്ക് തരുന്ന സപ്പോർട്ടിന് നന്ദി കേട്ടോ. മാങ്ങ മുഴുവനായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്ത് വേവിച്ചിട്ടുണ്ട്. ഇനി ഇതാ ഒരു ജാറിലേക്ക് നമുക്കിത് ഈ ഒരു മാങ്ങ ഇട്ട് കൊടുക്കാം. മാങ്ങ മുഴുവനായിട്ട് നമ്മൾ ഈ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടൊന്ന് അടിച്ചെടുക്കാം. നമുക്ക് മധുരം എത്ര വേണോ അത്രയും പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂണ് പഞ്ചസാര മാത്രമാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഈ ഒരു മാങ്ങക്ക് അത്യാവശ്യം മധുരം ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്തത്. പിന്നെ ഞങ്ങൾക്ക് മധുരം ഇതിൽ കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നല്ലോണം അടിച്ചെടുക്കാം. മാങ്ങ മുഴുവനായിട്ട് നമ്മളിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ബ്രെഡാണ്. ഇവിടെ ഞാൻ 4 ബ്രെഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ സൈഡ് ഭാഗം ഒന്നും ഒഴിവാക്കണ്ട കേട്ടോ, ഇങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കുക. അതേപോലെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിനേക്കാട്ട് കൂടുതൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സാധനത്തിൻ്റെ അളവുകളൊക്കെ ഒന്ന് കൂട്ടി കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഇതാ ബ്രെഡ് ഇതിലേക്ക് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ഒന്ന് അടിച്ചെടുക്കുക. ഇതാ കണ്ടില്ലേ, ഇതേപോലെയാണ് നമുക്ക് കിട്ടിയത് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഞാനിവിടെ ഒരു 7 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മൂടി വെച്ചിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്കൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കട്ടെ. ഞാനിപ്പോൾ അത് ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഇത് നല്ലോണം തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതൊന്ന് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അടിയിൽ ഞാൻ ലാസ്റ്റ് തട്ട് വെക്കും കേട്ടോ. ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ലേശം മതി കേട്ടോ, കുറച്ച് മാത്രം മതി. എന്നിട്ട് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ചൂടാക്കിയെടുക്കുക. അതിന് ശേഷം നമുക്ക് ഈ ഒരു കൂട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നല്ല ഈസിയാണ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്, കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പം എന്താ ആ ചൂടിൽ തന്നെ നല്ലോണം ഒന്ന് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് മൂടി വെച്ചിട്ട് ഒരു 20-30 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് വെന്ത് കിട്ടും കേട്ടോ. മൂടി വെച്ചാൽ മതി, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഒരു 20 മിനിറ്റിന് ശേഷം നമ്മളിത് തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ പോള. ഇതേപോലെയാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്തിട്ടും കൂടി കാണിച്ചു തരാം. നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ചൂടാറിയതിന് ശേഷം മാത്രം നമ്മൾ ഇതിൽ നിന്ന് വിടുത്തിയെടുത്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ അടിഭാഗം ഒട്ടിപ്പിടിക്കും. അപ്പോൾ അത് നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മളെ പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. ആ ഒരു മാങ്ങൻ്റെ ഫ്ലേവർ വരുന്നവരെ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത ഇതേപോലത്തെ പുതിയ വീഡിയോ കാണേ.